വീട്ടിൽ തന്നെ എങ്ങനെ പാറ്റേൺ പേപ്പർ ഈസി ആയിട്ട് ചെയ്യാൻ നോക്കാം. സംഭവം ഭയങ്കര എളുപ്പമാണ്. ഞാനൊക്കെ പണ്ട് ആലോചിച്ചിട്ടുണ്ട്, ഈ ജേണൽ ചെയ്യാനൊക്കെ ഭയങ്കര കാശ് ചിലവാണ്, ഇതൊക്കെ എങ്ങനെയാണ് വാങ്ങുക. മീൻസ് നമ്മൾ അബ്രോഡുള്ള ക്രിയേറ്റേഴ്സിൻ്റെ ഒക്കെ നോക്കിയാൽ അതിൽ കുറേ അവർ സ്റ്റിക്കേഴ്സും പാറ്റേൺ പേപ്പേഴ്സും കുറേ സ്റ്റാമ്പ്സും അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊക്കെ അത് ഉപയോഗിക്കാനുള്ളൊരു കൊതി കാരണം തന്നെ വീട്ടിൽ അതൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്യായിരുന്നു. അപ്പോൾ നമുക്കും അത് യൂസ് ചെയ്യാമല്ലോ. ഞാൻ ഇങ്ങനെ ചെയ്ത കുറേ സാധനങ്ങൾ, സ്റ്റാമ്പ്സ് ചെയ്തിട്ടുണ്ട്, പാറ്റേൺ പേപ്പർ ചെയ്തിട്ടുണ്ട്, സ്റ്റിക്കേഴ്സ് ചെയ്തിട്ടുണ്ട്. സ്റ്റിക്കേഴ്സൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റിക്കേഴ്സ് ട്രൈ ചെയ്തിട്ടുണ്ട്. കുറേ എണ്ണം ഫ്ലോപ്പായിട്ടും ഉണ്ട്. അതിലൊരു ഐറ്റമാണ് പാറ്റേൺ പേപ്പർ. പാറ്റേൺ പേപ്പർ ഉണ്ടാക്കാൻ അത്ര വലിയ പണിയൊന്നും ഇല്ലടാ, ഭയങ്കര എളുപ്പമാണ്. ഇതിപ്പോൾ വീട്ടിൽ വരയ്ക്കണമാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺ എടുത്ത് വരയ്ക്കാം, ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ നമ്മൾ കടയിൽ വാങ്ങണ പോലെ തന്നെ പെർഫെക്ഷൻ കിട്ടണമെന്നില്ല, പക്ഷേ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പിന്നെ ഞാൻ പണ്ട് കസിൻസിൻ്റെ കൂടെയൊക്കെ ഉള്ളപ്പോൾ ഞാൻ കാർഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അതായത് ഓണത്തിന് അവരൊക്കെ വരുമ്പോൾ, ക്രിസ്മസിനൊക്കെ ഞാൻ കാർഡ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അതായത് സെയിം ഡിസൈൻ വേറെ വേറെ കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ട് കൊടുക്കുമായിരുന്നു. അതാവുമ്പോൾ നമ്മൾ ട്വിന്നിങ് ആയി പെയർ ചെയ്യുന്നുണ്ട്, കണ്ടോ നമ്മുടെ കാർഡ് ഒരേപോലെ ഉണ്ട്. ഞങ്ങൾ എന്നിട്ട് എല്ലാവരും കൂടെ ആ കാർഡ് ഒരുമിച്ച് വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെപ്പോൾ ഞാൻ 5th-ലോ 6th-ലൊക്കെ പഠിക്കുമ്പോൾ ചെയ്തതാട്ടോ. അതൊക്കെ ഞാനിത് ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മ വരികയായിരുന്നു. നല്ല രസമായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, വാട്സപ്പ് സ്റ്റാറ്റസ്. സംഭവം പാറ്റേൺ പേപ്പർ ഉണ്ടാക്കാൻ ഒരു റൂളും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള പോലെ പാറ്റേൺസ് വരയ്ക്കുക, കളർ ചെയ്യുക, ഒക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് എന്താ ഇഷ്ടമുള്ള അത് ചെയ്താൽ മതി. മീൻസ് ഇതിപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് തന്നെ നിങ്ങൾ സെയിം പാറ്റേൺ ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ് വരയ്ക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യുക, ഒക്കെ നമ്മുടെ ഇഷ്ടമാണ്. പണ്ടൊക്കെ കുറേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇങ്ങനെ പാറ്റേൺ പേപ്പറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ക്രേസ് ആയിരുന്നു അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങളിങ്ങനെ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ നോക്കിയിട്ട് ചിലപ്പോൾ പാറ്റേൺ പേപ്പർ ഉണ്ടാക്കാനൊക്കെ ട്രൈ ചെയ്താലോ. മീൻസ് അത് എനിക്കൊരു ഹാപ്പിനെസ് ആണല്ലോ, എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളും ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഞാനിതിൽ മോസ്റ്റ്ലി പേസ്റ്റൽ കളേഴ്സാണ് യൂസ് ചെയ്തത്. നിങ്ങളും പേസ്റ്റൽ കളേഴ്സ് യൂസ് ചെയ്യണമെന്നൊന്നും ഇല്ല, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. സംഭവം നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഏത് കളറാണ് യൂസ് ചെയ്യേണ്ടത് അത് യൂസ് ചെയ്യുക. എനിക്ക് പേസ്റ്റൽ കളേഴ്സ് കുറച്ചുകൂടെ നന്നായി തോന്നി, അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്തോന്നേ ഉള്ളൂ, അല്ലാണ്ട് വേറെ റീസണൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് വെച്ച് പാറ്റേൺ പേപ്പർ ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയ്യാമല്ലോ, അതും ഈസിയാണ്. പിന്നെ ഞാനിപ്പോൾ ചെയ്ത 4